എന്താണ് വിശേഷങ്ങള്? ലക്ഷണമായിട്ട് ഇങ്ങോട്ട് ഇവിടത്തേക്ക് വന്നു. നമ്മുടെ അൻവർ എന്ന് പറയുന്ന നമ്മുടെ സാരഥിക്ക് കൂടെ ഒരു സപ്പോർട്ട് ആ രീതിയിൽ പൊതു സപ്പോർട്ടുകള് ഫീൽഡിൽ നല്ല സപ്പോർട്ടാണ്. ഞാൻ ഗോത്ര മേഖലയിലാണ് കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഞാനിപ്പോ നമ്മുടെ വഴിക്കടവ് മേഖലയിലാണ് കൂടുതൽ പോയി. ഇങ്ങോട്ട് പറഞ്ഞു അവര് അൻവർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ടായിട്ട് കൃത്യമായിട്ട് അവര് MLA എന്ന നിലയിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞത് MLA ആയി കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഉണ്ടാകും, തിരുവനന്തപുരത്തേക്ക് പോവില്ല എന്നുള്ളത് ഒരു ടോക്കൊക്കെ അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ തുടക്കം ഇവിടെ നമ്മൾ തുടങ്ങിയപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. അൻവർ ഇനിയും തുടരും എന്നുള്ള ഇതിലേക്ക് തന്നെയാണ്. തുടരും. പലതരത്തിലും അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഒന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വന്യമൃഗങ്ങളുടെ ഒരു വിഷയം. അപ്പോൾ വന്യമൃഗങ്ങളെ കൊണ്ട് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചിലപ്പം മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് അറിയില്ല. എന്നാൽ ഈ പറയുന്ന മലയോര ഇതിൽ നിൽക്കുന്ന ജനത നേരിടുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഈ വന്യമൃഗ ശല്യങ്ങൾ. അപ്പോൾ നമ്മൾ ചെറിയ സംഘടനകളൊന്നും ഇതുപോലുള്ള വിഷയങ്ങൾ പറയുമ്പോഴേ കൂടുതൽ മീഡിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അൻവർ എന്ന് പറയുന്ന വ്യക്തി ഇതിലേക്ക് പിന്നെ ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ജനങ്ങളത് പിന്നെ കേൾക്കുന്നുണ്ട്, ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതാണ് എന്നെ ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എത്തിച്ചത്. ഇപ്പോ ഈ ഇലക്ഷൻ ആണല്ലോ, ഇവിടെ ശരിക്കും എന്ത് ചർച്ച ചെയ്യുന്നതാണ് റസീദ കരുതുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CI ഇപ്പോൾ മലയോരത്തിൽപ്പെടുന്നത്, ഇപ്പോൾ പശ്ചിമഘട്ട മലനിരയിൽ ഇടയിൽ നിൽക്കുന്നതാണ് നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അവിടെയും ഇത് തന്നെയാണ് പ്രധാന വിഷയം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഒരു കുഞ്ഞ് ഷോക്കേറ്റ് മരിച്ചത്. അനന്തു എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുഞ്ഞു മകൻ നഷ്ടപ്പെടുമ്പോൾ ഒരു കുടുംബത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം. അത് ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ, അതായത് എലക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രമാത്രം ജനങ്ങളിലേക്ക് അത് എത്തുന്നത്. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇതിൽ ഈ വന്യമൃഗ ശല്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇടത് വലത് പിന്നെ മുന്നണികൾ എന്തൊക്കെയോ ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവര് പിന്നെ എന്താ പെൻഷൻ കൊടുക്കുന്നത്, പിന്നെ അതേപോലെ വേറെ എവിടെ ഏതൊക്കെയോ ജില്ലകളിൽ ചർച്ച ചെയ്യേണ്ട വിഷയം ഇവിടെ രാഷ്ട്രീയ വിഷയമായിട്ട് ചർച്ച ചെയ്യാണ്. ചർച്ച ചെയ്യേണ്ട വിഷയമില്ല. പിന്നെ അത് മാത്രമല്ല, UDF കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ മൃതദേഹം പിന്നെ കൊണ്ട് നടത്തിയ ഒരു നാടകമുണ്ട്. എനിക്കത് നാടകമായിട്ടാണ് തോന്നുന്നത്. കാരണം ഒരു പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് ആ സമയത്ത് ഇങ്ങനെ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഈ പ്രകടനം നടത്തേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ കടന്നു ചെല്ലാം. കാരണം അദ്ദേഹം ഈ വിഷയം സംഭവിക്കുന്നതിന് മുൻപേയും ഈ പ്രദേശങ്ങളിലും അതേപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള വിഷയങ്ങൾ ഇടപെടുന്ന വ്യക്തിയാണ്. ജയിലിൽ പോയി. അതെ, അത് മാത്രമല്ല അദ്ദേഹം ജയിൽവാസം ഈ വിഷയം ഉന്നയിച്ചത്. അപ്പോൾ ശരിക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കാരണവശാലും ഇടപെടാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഞാൻ ആ കുട്ടി മരിച്ച ദിവസം ഇവിടെ ഉണ്ടായില്ല, പാലക്കാടായിരുന്നു. തിരിച്ചു വന്നിട്ടാണ് ഞാൻ ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവരൊരു മോശം ഒരു അവിടുത്തെ ഒരു ഇത് എന്താ വെച്ചാൽ അവരാൾ വരും, അതായത് CPM പ്രവർത്തകരാണ് ഞാൻ കണ്ടത്. അത് തുറന്നു പറയുന്നതൊക്കെ ഒരു വിഷയമൊന്നുമില്ല. അതായത് ഫോൺ ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് മറ്റേ സ്റ്റിക്കിൽ വെച്ചിട്ട് അവിടെ വന്നു പോകുന്ന ആൾക്കാർ ആരാണെന്നുള്ളത് ഷൂട്ട് ചെയ്യുന്ന അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതിപ്പോ ഇലക്ഷൻ സമയത്ത് ആരൊക്കെ അവിടെ പോകുന്നു വരുന്നു, അതിന് ഇത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ജനങ്ങളോട് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. പിണറായിസത്തിനെതിരെ അൻവർ സംസാരിക്കുമ്പോൾ അതിന്റെ നേതാവായി വരേണ്ട ആളാരാ? UDF ആണ്. കാരണം UDF ആണ്, ഈ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന്റെ കൂടെ നിർത്തിയാണ് അവർ സമരം നടത്തുന്നത്. പക്ഷെ അവർ ഈ വിഷയം ഏറ്റെടുക്കുന്നില്ല. ഇപ്പൊ പൂരം കലക്കിയത് പോലീസാണ്. പോലീസ് എന്താ പറയാ, സുരേഷ് ഗോപിക്ക് മൈലേജ് ഉണ്ടാക്കാനാണ് ഇത് ചെയ്തതെന്ന് എല്ലാ ചെറിയ കുട്ടികൾക്കും അറിയാം. അത് മാത്രമല്ല CPI അത് ശക്തമായി ഉന്നയിച്ചു. എന്നിട്ട് UDF ഇപ്പോഴും അത് പറയണില്ല. അവരത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത് ഈ പോലീസ് അട്രോസിറ്റി നമ്മൾ പറയുമ്പോ ഇപ്പൊ ദളിത് ആദിവാസി വിഷയങ്ങൾ ഇതിൽ തന്നെ പറയാനുണ്ട്. അതായത് നമ്മുടെ പിണറായി വിജയനാണല്ലോ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏറ്റവും കൂടുതൽ ദളിത് ആദിവാസികൾ ഈ സമയത്ത് ക്രിമിനൽ കുറ്റം തിരഞ്ഞു പിടിച്ചിട്ട് ക്രിമിനൽ വൽക്കരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പൊ നേരത്തെ മലപ്പുറത്തെ പിന്നെ യുവാക്കളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു പോലീസിന്റെ ഒരു ഇടപെടലുണ്ടല്ലോ.
ഇത് ദളിതാണോ ആദിവാസിയാണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് പോലീസിന് ഒരു വല്ലാത്തൊരു എല്ലാ ഒരു പോലീസിനും അല്ല കേട്ടോ, ചില ഒരു പോലീസിന്റെ ഒരു ഇടപെടലുണ്ട്. ഇവിടെ ഇപ്പൊ കസ്റ്റഡി മരണം ഉണ്ട്, അതെ അതെ, കേസുകൾ ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് കാണിക്കും. ഇപ്പൊ മലപ്പുറത്തെ ഒരു പ്രധാന പ്രശ്നം, 1 വർഷം മുമ്പുണ്ടായതിന്റെ ഡബിൾ കേസ് മലപ്പുറത്ത് വരിക. ഇപ്പൊ 20,000 ഉള്ളത് അടുത്ത വർഷം 40,000. എന്താ അതിന്റെ ഒരു സൈക്കോളജി എന്താ വെച്ചാല്, 20,000 എന്താ വെച്ചാൽ കുറെ ആളുകൾക്ക് പാസ്പോർട്ട് കിട്ടാതിരിക്കുകയും ഈ കമ്മ്യൂണിറ്റി ഭരിച്ചിട്ടുള്ള ഒരു സാമ്പത്തിക പുരോഗതി ഉണ്ടല്ലോ, അതിനെ തകർക്കുക എന്നുള്ള RSSന്റെ അജണ്ടയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ആളുകൾ പറയണ്ടേ. ഇത് പറയാൻ അൻവർ മാത്രമേ ഉള്ളൂ, അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നില്ല എന്നുള്ള അൻവറിന്റെ പ്രശ്നം. ഒന്ന് ആലോചിച്ചു നോക്കാം, നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും പോലീസ് അട്രോസിറ്റി അല്ലെങ്കിൽ ജാതീയ പ്രശ്നം ഇതൊക്കെ ഉണ്ടായാൽ, ഇനിയിപ്പോ ഫലസ്തീന് വിഷയം ഉണ്ടായാൽ പോലും നമ്മളിവിടെ വമ്പൻ പ്രശ്നം വലിയ യാത്രയൊക്കെ നടത്തും. ഇപ്പൊ ഇവിടെ താമിർ ജഫ്രി എന്ന് പറയുന്ന 30 വയസ്സുകാരനെ ചവിട്ടി പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് ഉണ്ട്, ഈ വാരിയെല്ലൊക്കെ തകർന്നിട്ടുണ്ടായിരുന്നു. ഇത് ആർക്കും അറിയ പോലില്ല. പ്രതിപക്ഷം താമിർ ജഫ്രീനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഒരു സമരം നടത്തി, ആരും നടത്തില്ല. ഇത് അൻവറാ പറഞ്ഞതേ. പിന്നെ നമ്മുടെ റിദാൻ ബാസിൽ ഇവിടെ അടുത്താണ്, റിദാൻ ബാസിലിന്റെ ഫാമിലികളൊക്കെ വേണമെങ്കിൽ നമ്മളടുത്ത് വരും. ഇപ്പൊ റിദാൻ ബാസിലിന്റെ കേസിൽ ഇപ്പോഴും ആരാ കൊന്നതെന്ന് അറിയില്ല. വെടിയേറ്റാണ് മരിച്ചത്. എവിടെ നിന്നാണ് തോക്ക് കിട്ടിയത്, ആരാണ് തോക്ക് കൊണ്ടുവന്നത്, ആ കുറ്റപത്രം ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ റിദാൻ ബാസിലിന്റെ 16 വയസ്സുള്ള കുട്ടിയാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും 16-കാരനെ കൊന്നാൽ ഇവിടെ വലിയ റാലി നടത്തുന്നത് CPM-മാർ. പക്ഷെ ഇത് നമ്മളെ പോലീസാണ് അതിൽ പ്രതി എന്നാണ് ഇപ്പോഴും അൻവറാക്ക് ആരോപിക്കുന്നത്.